ഇവിടെ വാടാ. നന്നാവണൊരു നന്നായിക്കോട്ടെ ഉസ്താദെ, നമുക്കെന്താ കുഴപ്പം? അല്ല നല്ലത് നായിക്ക് തരില്ലല്ലോ. ബില്ല് ഞാൻ നോക്കാം. 750 രൂപയോ? ഉസ്താദെ ബില്ല് കറക്റ്റ് ആണോ നോക്കിയാൽ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ്. മുളക് ഈ കണക്കിന് പോയ പെരയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ. അത് പൊട്ടിച്ചില്ലേ? ഈ കുണ്ടോണന്റെ ബാലൻസ് ഒന്നില്ലേ? ബാലൻസ് കൊടുത്തു. അത് പൊട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് ഞാനും ഇത്ര ചോദിച്ചാ കയ്യിലുള്ള കാശ് ഒറ്റടിക്ക് തീർക്കാം. എടാ, നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നത് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റോ? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് അവന്മാര് ചുമ്മാ ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കില്ല. അത് പറവ, ഇത് നമ്മള്. പറവയ്ക്ക് എന്തും ചെയ്യാം. പറവയുടെ കളി കൈവിട്ട കളി, നമ്മുടെ ഈ കളി തീക്കളി. അത് ഓർത്തോ? ഇത് കൊള്ളാമല്ലോ. ഒന്ന് കഴിടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിടി ഉസ്താദേ, ഒന്ന് കഴിടാ. ആക്രാന്തം ആക്രാന്തം. പിടി പിടി. ഓട്ടോടെ കാശ് തന്നിട്ട് പോണം. കാശോ? ഏത് കാശ്? ഓ, പോണാ കോപ്പ. പിടി 10 രൂപ. 10 രൂപയോ? മീറ്ററിൽ തന്നെ 40 രൂപയായി. ഞങ്ങള് മീറ്റർ മേടിച്ചില്ലല്ലോ. ബാക്കി പൈസ തരണം. ഏടാ പോടാ, തന്നത് മേടിച്ചോണ്ടങ്ങ് പോയാ മതി. പാതിരാത്രി വരെ ലോകം മുഴുവൻ ചുറ്റിയിട്ട് എന്ത് വർത്തമാനാ പറയുന്നേ? ലോകം മുഴുവൻ ചുറ്റിയോ? എടാ മണിയാ, നമ്മള് സ്റ്റാൻഡിൽ നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ? ഇങ്ങോട്ട് വരുമ്പോ എവിടൊക്കെ പോയി? എവിടെയൊക്കെ പോയാടാ നമ്മള്? ഇങ്ങോട്ട് വന്നപ്പോ പട്ടണം ചാണ്ടയുടെ വീട്ടില് ഒരു 1 and half, ബ്രാൻഡി ഷാപ്പിൽ ഒരു 30 മിനിറ്റ്. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലേ? കാശെടുക്കണം. കണ്ടോ, കളിക്കണോ? ഇതിവിടുത്തെ സ്ഥിരം പതിവാ. നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. വാ, ഒന്ന് കിടക്കാൻ നോക്ക്. എന്താ ചേച്ചി, ടാങ്കിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്, അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി. അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ടും അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുല്ലേ? ഉണ്ടായിട്ടെന്താ? ആരാ അവനോട് ചോദിക്കാ? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ. പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ സിന്ധു, വേണ്ട, നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ. വെള്ളം ഒഴിക്കാൻ. ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? ഈ പൈപ്പ് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്തുനിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിൽക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ. ഏതാ പെണ്ണ്?
ഒരു ബീഡിത. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഇങ്ങക്ക് ഇത് എന്തായി പോയിന്ന്? പിരാന്തുണ്ടോ? ഇതുവരെ മൂപ്പരെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. ഇങ്ങള് സൂക്ഷിച്ചോളി. അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് ഓച്ചാൻസ് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്നാ ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത്? നീ പറയുന്ന പോലെ അല്ല മോളെ. ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനവൻ. ശരിയാട്ടോ, അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ത്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി. ചന്ത ചന്ത പൂലൻ ദേവി. ദേ, മോളെ നീ അവിടെ ഇരിക്കെ. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കെ. എന്താണ് ഒക്കെ ചത്തോ? നമ്മള് സംസാരിച്ച് നമ്മളെ വല കളയണ്ട. വാ നമുക്ക് പോവാം. ഒരു പട്ടിനെ കാണില്ല. നേരം വെളുക്കുമ്പോ ഒറ്റ കണ്ടേക്കരുത്. ഞാൻ നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി എടപ്പള്ളി പള്ളിയിൽ 8 മെഴുതി കത്തിച്ച് പ്രാർത്ഥിച്ചോടി. ഞങ്ങളെ സ്വഭാവം അറിയില്ല. ശവങ്ങള് കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ. മുഖം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതടി അവിടെ ഇരിക്കട്ടെ. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുപ്പില് ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ. വെള്ളം തൂക്കി തൂക്കി എന്നെ നടു ഒടിഞ്ഞു. ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരയിൽ വെക്കാം. ഇതൊന്നും പറ്റില്ല, കുളി വേണ്ടെന്ന് വെക്കാം. വെള്ളം എടുക്കുമ്പോ എന്റെ തോല് കരിഞ്ഞു പോയി. എവിടെന്നാ വന്നൊരു പീറ പെണ്ണ് മരട്ടിന്ന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം. മതി ചലിച്ചത്. ഓപ്പേ അച്ചുട്ടിക്കാ, എന്താണ് ഇളിക്കുന്നേ? അല്ല, മനുഷ്യന്മാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? കുളി എവിടെ ആക്കിയത്? മോശമായി പോയി. പിന്നെ നിന്റെ പറയലൊന്ന് കുളിക്കണം. അത് ബാപ്പയോട് ചോദിക്കണം. ഓടിയോടുന്നു നിന്ന് കിണുങ്ങുന്നു. ഇങ്ങളെന്താണ് ചൂടാവണേ? അതെ, നമുക്കൊരു കാര്യമുണ്ട് പറയാൻ. നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത്. എല്ലാരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം. താത്തക്കുട്ടിയെ, ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം യൂഞ്ഞാലാട്ടം. അവൾക്ക് നാളായി, എനിക്ക് നാളായി. ഉസ്താദ് എന്താ ആലോചിക്കണേ? ഞാനൊരു കാര്യം ചോദിച്ചാ ഉസ്താദ് ദേഷ്യപ്പെടരുത്. എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ? നിനക്ക് കെട്ടിയോളും മക്കളുണ്ടോ അട്ടപ്പാടിയില്? അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഉണ്ണികൃഷ്ണ, ഇങ്ങ വന്നേ. മണി ഓർഡർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അച്ചൂട്ടിക്കില്ല. എനിക്കാരയക്കാനോടോ? അതല്ല, താൻ്റെ കാര്യം ചെയ്യും. തന്റെ കയ്യിലുള്ള മണി ഓർഡർ 2 ദിവസത്തേക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ചെറിയ റോളിങ്ങിനാ. കണ്ടവരുടെ മണി ഓർഡർ എടുത്ത് റോൾ ചെയ്യാനോ? എന്റെ പണി തെറിച്ചു പോവും. ഒന്ന് പോടോ. എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കത്തയച്ചാ കിട്ടുന്ന 4 മാസം കൊണ്ടാ. എന്നിട്ടാ മണി ഓർഡർ. എടോ, ഈ മണി ഓർഡർ കിട്ടാനുള്ളവർക്കറിയോ ഇന്ന് അവരുടെ കാശത്തുവന്ന്? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 2 ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം. നടക്കില്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചോളൂ. മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഈ പൈസ തരില്ല.
നീ ഇല്ല. തരില്ലേ? എടുക്കടാ കാശ്. കഴിച്ചെടുക്കല്ലേ അടങ്ങി നിന്ന് ഉറങ്ങി. മണിയാ, കൈകളില്ല. എടുക്കടാ കാശ്. കള്ളം കഴിവര്. എടാ, കാശ് എടുക്ക്. പോക്കറ്റിൽ കയറി ഞാൻ വരികയ്ക്ക് നോറ്. എടുക്കാം. മണിയെ പിടിക്കണം അവനെ. പിടിക്കണം, മണിയെ. എന്റെ ജോലി പോയിട്ട് അച്ഛനെ കാലം പിടിക്കാൻ വേണ്ട അച്ഛൻ പോടാ. മണിയാ, പോടാ. മിസ്റ്റർ, വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ, അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ചൂടെ? നിർത്തടി. നീ ആരടി എന്നെ പഠിപ്പിക്കാൻ? ജില്ലാ കളക്ടറോ? അല്ല, സിന്ധു. ആ പൈസ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല. ആ പൈസ തിരിച്ചു കൊടുക്കാൻ. ഹാ. സിന്ധു, മോളെ. അയ്യോ. അശ്വിനി, മര്യാദയ്ക്കൂടെ കഴിഞ്ഞോണല്ലേ കൊന്നുകളെ ഞാൻ വിടണ എന്നെ. നിനക്കെന്നെ മനസ്സിലായിട്ടില്ലേ പുല്ലേ അല്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ ഇവളിവിടെ കണ്ടുപോകാനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിടണ വാടാ. മോളെ, എന്നോടൊന്നും തോന്നരുത്. കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇനി ഇവിടെ നിന്ന് ആപത്താ. അവൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കണ്ടാൽ എന്ത് ചെയ്യും? കൊന്നുകളയോ? അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് രണ്ടിലൊന്നറിയണം. മോളെ, നിനക്കവന് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവനത് നടത്തിയിരിക്കും. അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. ടീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും നുണയാ. എനിക്കെല്ലാം തന്നു ദൈവം, എല്ലാം. പക്ഷേ സ്നേഹം, ദയ, അത് മാത്രം കിട്ടിയില്ല. അമ്മയുടെ തോരാത്ത കണ്ണീർ, അച്ഛന്റെ നിസ്സഹായാവസ്ഥ, രണ്ടാനമ്മയുടെ ക്രൂരത. വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് വന്നു കയറിയ അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പത്മാവതി. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ. വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല, അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്നറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി. അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം നാൾ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല. ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എത്രയോ രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. മാനസിക പീഡനവും കുറ്റബോധവും ആയിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത്. അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും സഹിച്ച് ഒരു അനാഥയെ പോലെ എനിക്ക് അവിടെ കഴിയേണ്ടി വന്നു. സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരു അധികപ്പറ്റായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും. ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി. അല്ലെങ്കിലും മമ്മിയും ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല. ആന്റി, മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ. ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കലാതിലയം കിട്ടിയതിനു ശേഷം TV സീരിയലും മറ്റു അഭിനയിക്കാൻ എനിക്ക് എത്ര ഓഫേഴ്സ് വന്നറിയോ? അയ്യോ മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം. പ്ലീസ് അങ്കിൾ, അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ. എന്റെ ഒരു റിക്വസ്റ്റാ, ഒന്ന് പറയൂ ആന്റി. ആ, എങ്കി സിന്ധു മോള് ഞങ്ങൾക്കൊരു വാക്ക് തരണം. മറ്റൊന്നുമല്ല, മോളുടെ കല്യാണക്കാരൻ തന്നെയാ. എന്റെ ചേച്ചിയുടെ മോനാ സുരേഷ്. ഡൽഹിയിലെ എയർഫോഴ്സിലാ. അയ്യോ, സുരേഷ് ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ? മോള് മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, ചിറ്റയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അല്ലേ ദേവകി? ആ, വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം. പത്മാവതി അമ്മ എന്ത് പറയുന്നു? ഓ, അങ്ങനെയെങ്കി അങ്ങനെ. ദേവകി, സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ പറയ്. സിന്ധു
നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം. അത് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം, അല്ലേ സിന്ധു? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വരുന്ന മാസം 10-ാം തീയതി കല്യാണം. അത് ഇവിടെ വെച്ച് നടത്തണമെന്ന് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്താ പത്മനാഭമേ? ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ മതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം. കുട്ടി പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരും. ഞാൻ പോയി ഡ്രസ് മാറ്റിട്ട് ഞങ്ങളും വരാം. ശരി. കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. താങ്ക്സ്. ആ, അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്താ. അയ്യേ, ഞാൻ ഈ ചുരിദാർ ഇട്ടോളാം. ശരീരം മുഴുവനും മൂടിപ്പൊതിഞ്ഞ് നിന്നാ ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല. ഇതൊരു ആഡ് ഫിലിം അല്ല കുട്ടി. ആ, ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. ഇതൊക്കെ മൂടി വെക്കുന്നത് എന്താ ഇത്? ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇത്ര മോഡേൺ ആയിട്ട് അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഡ്രസ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ബൈ.